പ്രവേശനോത്സവ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വിദ്യാർത്ഥിനി പ്രവേശനോത്സവ ഗാനം രചിച്ചു. ഭദ്രാഹരി മാതൃഭൂമി ന്യൂസിനൊപ്പം ഉണ്ട്. ഭദ്ര, ഒരുപാട് സന്തോഷം. എനിക്കും ഭദ്രയ്ക്കും സന്തോഷമാണല്ലോ? തീർച്ചയായിട്ടും. അപ്രതീക്ഷിതമായ ഒരു ഇതായിരുന്നു, അതുകൊണ്ട് ഭയങ്കര സന്തോഷം. 10ാം ക്ലാസ് കഴിഞ്ഞു, മുഴുവൻ A+ ആണ്. ഈ പാട്ട് എഴുതിയത് എപ്പോഴാണ്? പാട്ട് എഴുതിയത് കഴിഞ്ഞ വർഷമാണ്. 9ാം ക്ലാസ്സിൽ നിന്ന് 10ലോട്ട് വരുന്ന സമയത്താണ് എഴുതിയത്. ഇപ്പോഴൊരു വിജ്ഞാപനം ഉണ്ടായിരുന്നു, ഈ പ്രവേശനോത്സവ ഗാനത്തിൻ്റെ രചനകൾ ക്ഷണിച്ചുകൊണ്ട്. അത് കണ്ടിട്ട് എഴുതിയതാണ്. ആരാ ഇത് വിളിച്ച് ഭദ്രയോട് പറയുന്നത് ഇങ്ങനെ ഇത് ഭദ്രയുടെ ഗാനം കവിത സെലക്ട് ചെയ്തു? അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ PS രാജീവ് സാറാണ്. അച്ഛനെ വിളിച്ചാണ് പറഞ്ഞത്. അങ്ങനെയാണ് അറിയുന്നത് ഈ മാസം. ഓക്കെ. അതിൽ ചില വരികളൊക്കെ ഉണ്ട്, അതായത് ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഇത് എഴുതിയപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഓർത്തിരുന്നോ? അന്ന് കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു വിജ്ഞാപനത്തിൽ തന്നെ. അതായത് വിദ്യാഭ്യാസ ചരിത്രം ഉൾപ്പെടുത്തണം, ഇങ്ങനെ കുറച്ച് മേഖലകൾ അതിൻ്റെ കൂട്ടത്തിൽ. പക്ഷേ ലഹരി ഉണ്ടായിരുന്നില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിപ്പോൾ പുതിയ കൂട്ടിച്ചേർക്കല. 2 വരികൾ പാടാമോ? മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. ഇങ്ങനെ കവിത എഴുതുന്ന ആള്, പാടുന്ന ആള് കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ? 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും സംസ്ഥാന കലോത്സവത്തിൽ മലയാളം കവിതാർജനയ്ക്ക് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ആരാ ഈ കവിത എഴുതുന്നതിൽ എഴുത്തുകാരൊക്കെ ആരാ ഇഷ്ടം? എനിക്ക് കുമാരനാശാനെ ഇഷ്ടമാണ്, സുഗതകുമാരി ടീച്ചറിനെ ഇഷ്ടമാണ്, ONV ഇഷ്ടമാണ്, പിന്നെ കുറേ കവികളെ ഇഷ്ടമാണ്. ആരാകാൻ ആഗ്രഹം? എനിക്ക് ഒരു മലയാളം ലെക്ചർ ആവാനാണ് ആഗ്രഹം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ പ്രവേശനോത്സവത്തിലെ വിശിഷ്ട അതിഥിയാണ് അല്ലേ? അതെ, അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. അതും അപ്രതീക്ഷിതമാണ്. ആലപ്പുഴ നടക്കുന്ന പ്രവേശനോത്സവത്തിൽ വിശിഷ്ട അതിഥിയായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഭദ്രാഹരിയെ ക്ഷണിച്ചിട്ടുണ്ട്. അതും ഭദ്രയ്ക്ക് സന്തോഷം, ഇത് കേൾക്കുന്ന നമുക്കും സന്തോഷം, പ്രേക്ഷകർക്കും സന്തോഷം. ഭദ്രയാണ് നമ്മോടൊപ്പം സംസാരിച്ചത്. പ്രേം ശശിക്കൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.